എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താണ്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ മോമോസിൻ്റെയും ടൊമാറ്റോ ചട്നിയുടെയും ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ക്യാബേജും ക്യാരറ്റും സവാളയും പിന്നെ 2 പച്ചമുളകുമാണ് നമുക്ക് വേണ്ട കേട്ടോ. ഞാൻ തന്നെ ക്യാബേജ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മി വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ക്യാബേജ് കുനുകുനാന്ന് അരിയുന്നത്, എന്താണ്ട് ഇതുണ്ടല്ലോ ഈ ക്രഷറിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ പോരെ, അപ്പം നല്ല ചെറിയതായിട്ട് അരിഞ്ഞ് വരത്തില്ലേന്ന്. ഇവിടെ അതുപോലെ വേറൊരു ചോപ്പറും കൂടി ഉണ്ട് കേട്ടോ, അത് ഉപയോഗിക്കാതെ വെച്ചേക്കുവാണ്. എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇതാണ്ട് നമ്മുടെ കൈ വെച്ചാൽ നൈഫ് വെച്ച് അരിയുന്നതാണ്. പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ, ടൈം സേവിങ് കൂടിയാണ്. അപ്പോൾ അതാണ്ട് ആവശ്യത്തിന് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം ഈ ഒരു പോർഷനിൽ 3 എടുത്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാവേ. ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് സവാള ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മോമോസ് നമ്മുടെ വീട്ടിൽ ഞാൻ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു നൊയമ്പ് സമയത്ത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, ഇതുപോലെ ഞാൻ എപ്പോഴും ജിഞ്ചർ ഗാർലിക്ക് ഇതുപോലെ പേസ്റ്റാക്കി വെച്ചേക്കും. അതാകുമ്പം കുറച്ചും കൂടി ഈസിയാണ്. പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ച് വെച്ചേക്കും, സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അത് നമുക്ക് കുറച്ച് എളുപ്പമാണ്. പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും ക്യാബേജും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും തന്നെ അതിലേക്ക് മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്താവേ. എനിക്ക് മല്ലിച്ചപ്പ് അധികം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ സോയാ സോസ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. സോയാ സോസ് ഒരുപാട് ഞാൻ ഒഴിക്കത്തില്ല, കാരണം എനിക്ക് അതിൻ്റെ ഒരുപാട് ഫ്ലേവർ വരുമ്പം എനിക്കെന്തോ അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ മോമോസ് ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സോസാണ് സോയാ സോസും ടൊമാറ്റോ സോസും. അപ്പോൾ ആവശ്യത്തിന് കുറച്ചെങ്കിലും ഒഴിക്കണേ. പിന്നെ അതിലേക്ക് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ച് ചിക്കൻ പൊടിച്ചതാണ്. ഇത് മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴണ്ട് വരണം. അതായത് മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് അതെല്ലാം കൂടി ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മോമോസിനുള്ള മസാലക്കൂട്ട് റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്കതിൽ ആവശ്യമുള്ളത് മാവാണ്. ഇത് മൈദയും ഉപ്പും വെള്ളവും മാത്രമേ ഉള്ളൂ. പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് നേരം ഇതുപോലെ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പഴുത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പഴുത്തുന്ന കണക്ക് പഴുത്തിയെടുക്കണം. ഞാൻ ഈ പലകയുടെ ആ ഒരു വട്ടത്തിലെ ഷേപ്പിൽ തന്നെ ഞാനൊന്ന് വലുതായിട്ടൊന്ന് പഴുത്തിയെടുത്തു. പിന്നെ ഏതെങ്കിലും കുറച്ച് അത്യാവശ്യം വലിയ ഏതെങ്കിലും ഒരു വട്ടപാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സർക്കിളാക്കി കൊടുക്കുക. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയില്ലേ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഇതിൻ്റെ ഷേപ്പില്ലേ, നമ്മൾ മോമോസിന് പല ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും നോർമലി മോമോസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ വട്ടത്തിലെടുത്തിട്ട് ഇങ്ങനെ മാവ് മുകളിൽ പിരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടി വയ്ക്കുന്നതാണ് മോമോസിൻ്റെ ഷേപ്പ്. ഞാനും അത്ര പെർഫെക്റ്റൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 4 വർഷം മുന്നെയാണ് മോമോസ് ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഷേപ്പൊന്നും കറക്റ്റായിട്ട് വന്നില്ല. എന്നാലും ടേസ്റ്റിനൊരു കുറവുമില്ലായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ചട്നി ഇല്ലേ, അതിൻ്റെ ആ സ്പൈസിയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് സൂപ്പർ. പിന്നെ ഞാൻ ആ വട്ടത്തിൽ അരിഞ്ഞെടുത്തില്ലേ, അത് ലേശം ചെറുതായി പോയി എന്ന് എനിക്ക് തോന്നിയപ്പം ആ മുറിച്ച് വെച്ച വട്ടം ഞാൻ ഒന്നും കൂടി പരത്തിയിട്ട് പിന്നെ അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ളത് എല്ലാം കൂടി ഞാൻ ഷേപ്പിലാക്കിയെടുത്ത് ഒരുപാട് വലുതാക്കുമ്പം ഫില്ലിങ് താഴെയും പിന്നെ മാവ് എക്സ്ട്രാ ഉള്ളതുപോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം അതാണ് ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവിയേറ്റിയാണ് എടുക്കേണ്ടത്. ആവിയേറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച് പിന്നെ ഇതുപോലെ ഞാൻ തയ്യാറാക്കി വെച്ചേക്കുന്ന മോമോസിൻ്റെ ഓരോന്നെടുത്ത് ഇതിലേക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുള്ള മോമോസ് റെഡി ആയി കഴിഞ്ഞു.
ഇതുപോലെ അടച്ചു വെക്കണം കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം മൂടി മാറ്റിയിട്ട് സെർവ് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് പോയാൽ നമുക്ക് ഒരുമാതിരി തണുത്ത മാവ് കഴിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുക. പിന്നെ അതിനുള്ള ടൊമാറ്റോ ചട്നിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. പിന്നെ അതുപോലെ ഞാൻ ഇതിനെടുത്തേക്കുന്ന തക്കാളിയും വറ്റമുളകില്ലേ, എരിവിന് ആ വറ്റമുളക് തന്നെ ധാരാളം കേട്ടോ. അത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം തക്കാളിയുടെ തൊലിയൊന്ന് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ. അതിലേക്ക് അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ പൂരി ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചില്ലേ, ആ ടൊമാറ്റോ പൂരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വെള്ളം നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാനുണ്ട്. ഞാൻ പിന്നെ അരിച്ച കൂട്ടത്തിൽ ഒരു തക്കാളിയുടെ പീസ് അതുപോലെ കിടക്കുന്നത്, പിന്നെ ഞാൻ വെച്ച് പോട്ട് അങ്ങനെ തന്നെ കിടക്കുക. കുറച്ചും കൂടി ഇതിൽ കിടന്ന് വേവുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരും. വെള്ളം നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാനുണ്ട്. അതായത് നമ്മൾ തക്കാളി വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം കയറില്ല. അപ്പോൾ അതാണ് ഇത്രയും വെള്ളമായത്. കുഴപ്പമില്ല, ഇത് നന്നായിട്ട് വറ്റിച്ച് വരുമ്പോഴത്തേക്ക് നല്ല കുറുകിയ ഒരു ഫോമിൽ വരും. പിന്നെ ഞാൻ അതിലേക്ക് സോയാ സോസും കൂടി ആഡ് ചെയ്തപ്പം ഒരു ബ്ലാക്കിഷ് കളർ വന്നില്ലേ, അത് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു. പിന്നെ ഉപ്പും പഞ്ചസാരയും ഞാൻ ഇട്ടത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ഉപ്പും പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം വിനാഗിരി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതും നന്നായിട്ട് നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഇപ്പം നന്നായിട്ട് കുറുകി വന്നില്ലേ. ഇനി ഒന്നുമില്ല, ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൊമാറ്റോ സോസ് ആണെങ്കിലും അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു കുറുകി വരും. അപ്പോൾ നമ്മുടെ മോമോസും നമ്മുടെ ടൊമാറ്റോ ചട്നിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂടോടെ തന്നെ ഞാൻ സെർവ് ചെയ്തതാണ്. ഇത് കഴിക്കുന്ന സമയപ്പോഴാണ് ഞാൻ സ്റ്റീമറിൽ നിന്ന് എടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയത് കേട്ടോ. അതാകുമ്പോൾ നല്ല ചൂടോടെ കഴിക്കാനും പറ്റുമല്ലോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ കൈ ഇങ്ങനെ ആക്കുന്നുണ്ടോന്ന് പിടിക്കുമ്പോൾ തന്നെ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സ്പൈസി ആണോ എന്ന് വെച്ചാൽ മോമോസ് വലിയ സ്പൈസി അല്ലായിരുന്നു, പക്ഷേ അതിൻ്റെ ചട്നി ഉണ്ടല്ലോ അത് ഭയങ്കര സ്പൈസി ആയിരുന്നു. ഞാൻ ആകെ അതിനകത്ത് സ്പൈസസിന് വേണ്ടിയിട്ട് വറ്റമുളക് നമ്മൾ അരച്ചെടുത്തില്ലേ അതേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്ട്രാ സ്പൈസസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.